നല്ല മസാജ് ആയിരുന്നു കേട്ടോ പാർവതി. ഞങ്ങള് സലൂണിൽ പുതിയൊരു പെഡിക്യൂർ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതായത് ഇത് വന്നിട്ട് സ്ക്രബും ഇത് വന്നിട്ട് മസാജിങ്ങുമാണ്. അതായത് ക്യാൻഡിൽ പെഡിക്യൂർ എന്നാ പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട് കാലിലെ ഡെഡ് സ്കിൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്തത് പാർവതി എനിക്ക്. ദെൻ ഇത് വെച്ചിട്ട് മസാജും തരയാണ്. ഭയങ്കര സുഖമായിട്ട് ഞാൻ ഉറങ്ങി ഇത്രയും നേരം. ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു പെഡിക്യൂർ എടുക്കാൻ വിചാരിച്ചു എന്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ പാർവതി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമല്ലോ. മിക്കവരും യൂസ് ചെയ്യുന്നത് നെയിൽ പോളിഷ് വീണ്ടും വീണ്ടും അതിന്റെ പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പൊ ഒരു 3-4 കോട്ട് വരെയൊക്കെ ഇങ്ങനെ അവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും അത് തെറ്റാണ്. നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് നെയിൽ പോളിഷ് കോട്ടാണ്. അതായത് പ്രൈമറാണ്, നെയിൽ പ്രൈമറാണ്. ഇങ്ങനെ ഒരു വൈറ്റ് സൊല്യൂഷൻ ആണ്. ഇത് വെച്ചിട്ട് ഒരു കോട്ട് നമ്മൾ ആദ്യം നെയിൽ പോളിഷ് കോട്ടായിട്ട് ഫസ്റ്റ് കോട്ട് കൊടുക്കുക നെയിലിന്. ഓക്കെ, അതിനുശേഷം ഒരു 2-3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് ഇത് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട നെയിൽ പോളിഷ് പുറത്ത് ഒരു 1-2 കോട്ട് കൊടുക്കേണ്ടത്. ദെൻ നല്ലൊരു പോളിഷിംഗ് ആയിട്ടുള്ള ഫിനിഷിംഗ് ലുക്ക് കിട്ടാനായിട്ട് ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോട്ട് പ്രൈമർ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വീക്സ് വരെയൊക്കെ നെയിൽ പോളിഷ് റിമൂവ് ആവാണ്ട് കിടക്കും. ഓക്കെ, അത് മാത്രമല്ല നെയിലിന് ഒരു കോട്ടിങ്ങും ഒരു സംരക്ഷണം കൂടിയാണ് ഈ നെയിൽ കോട്ട് എന്ന് പറയുന്നത്. എപ്പോഴും ലൈറ്റ് ഷെയ്ഡ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെയിലിന്റെ പുറത്ത് സ്റ്റെയിൻസ് വരുന്നത് കുറച്ചൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് ഡ്രൈ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കളേഴ്സ് ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇന്ന് എന്റെ മീറ്റിംഗ് ആയിരുന്നു പാർവതിയുടെ പെഡിക്യൂർ. ഇറ്റ്സ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു പാർവതി.